ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഉയർപ്പ് കഴിഞ്ഞ് 2-ാം ഞായറാഴ്ച വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ സഭ ആചരിക്കുന്ന പതിവ് നമുക്കുണ്ട്. ഏപ്രിൽ 24-ാം തീയതിയാണ് ഈ വിശുദ്ധ സഹദായുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നതെങ്കിലും സഭയിൽ കാലങ്ങളായിട്ട് ഈ ഉയർപ്പിനെ തുടർന്നുള്ള 2-ാം ഞായറാഴ്ചയാണ് ഈ തിരുനാൾ ആചരിക്കപ്പെടുക. അടുത്ത കാലത്തെ സഭാ ചരിത്ര വിവരണത്തിൽ പറയുന്നതനുസരിച്ച് വിശുദ്ധ ഗീവർഗീസ് ജീവിച്ചിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകൾ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇദ്ദേഹം ഐതിഹ്യങ്ങളുടെ പാരമ്പര്യങ്ങളുടെ വിശ്വാസ തണലിൽ നാം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിശുദ്ധനായിട്ടാണ് പരിഗണിക്കപ്പെടുക. കേരള സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ഏറെ വ്യാപകമായിട്ട് ആഘോഷിക്കാറുണ്ട്. ഇടവകയുടെ പ്രധാന തിരുനാൾ അല്ല എങ്കിൽ കൂടി ഒട്ടുമിക്ക ദേവാലയങ്ങളിലും ഈ തിരുനാൾ ആചരിക്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ കാർഷിക സംസ്കാരവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ കാത്തുപരിപാലിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ കാത്തുപരിപാലിക്കാൻ അവിടുന്ന് നിയോഗിച്ച ധന്യവിശുദ്ധനായിട്ടാണ് വിശുദ്ധ ഗീവർഗീസിനെ നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ നമ്മുടെ വളർത്ത് പക്ഷികളും ജീവികളുമൊക്കെ പാമ്പിൻ്റെയും ഇഴജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് പരിപാലിക്കപ്പെടാൻ നമുക്ക് അറിഞ്ഞ് ഉറക്കെ വിളിക്കുന്ന നാമമാണ് വിശുദ്ധ ഗീവർഗീസിൻ്റേത്. വിശുദ്ധ ഗീവർഗീസ് സഹദ ചരിത്ര പാരമ്പര്യമനുസരിച്ച് താൻ സേനാധിപനായിരുന്ന ഒരു രാജ്യത്തെ രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവൻ പോലും പണയം വെച്ച് ഇറങ്ങി അവളെ രക്ഷിച്ചു എന്ന ഒരു സംഭവമാണല്ലോ. അദ്ദേഹം ഭീകര വ്യാഘ്രത്തിൻ്റെ പിടിയിൽ അമർന്നുപോയ ഒരു രാജ്യത്തെ നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന ശല്യം ചെയ്തുകൊണ്ടിരുന്ന വ്യാഘ്രത്തിൽ നിന്ന് ആ രാജവംശത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ഈ വ്യാഘ്രത്തിന് ഒരു മനുഷ്യൻ്റെ ജീവൻ എല്ലാ ദിവസവും കൊടുത്ത് രാജാവ് തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് രാജകുമാരിക്ക് വ്യാഘ്രത്തിൻ്റെ ഭക്ഷണമായി തീരാനുള്ള നിയോഗം ലഭിക്കുക. അവളെ ആ അപകടത്തിൽ നിന്ന് ഈ ധന്യനായ സഹദാ രക്ഷിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തപ്പെട്ട വൈശിഷ്ട്യം. അദ്ദേഹം ക്രൂര വ്യാഘ്രത്തെ തൻ്റെ കുന്തമുനയാൽ കുത്തിമലർത്തി രാജകുമാരിയെ രക്ഷിക്കുന്നു. മത്തായി സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വചനത്തിൻ്റെ 42-ാമത്തെ വചനത്തിൽ പറയുന്നത്, എൻ്റെ സ്നേഹിതന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കാൻ നീ തയ്യാറായാൽ നിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും എന്നാണ്. മറ്റുള്ളവരെ രക്ഷിക്കുവാനുള്ള ഒരു നിയോഗം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു നിയോഗം, അത് നമ്മുടെ ചുമലിൽ ദൈവം വച്ച് തന്നിരിക്കുകയാണ്. ഈ വലിയ സന്തോഷത്തിൻ്റെ ഉടമകളായിട്ട് തീരാനാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ള വിളി എന്ന് വിശുദ്ധ ഗീവർഗീസ് സഹദ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ധന്യവിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ കേരള സഭയിലോ ഭാരതസഭയിലോ ലോകത്ത് ആഗോള സഭയിൽ എവിടെയും
ഒരു ധന്യവിശുദ്ധൻ്റെ തിരുനാൾ നാം ആചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ വിശുദ്ധൻ ഏത് മേഖലയിലാണ് എനിക്ക് സഹായം നൽകുക എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുക എന്നത് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞല്ലോ, അവനും അവൾക്കും ഒരു വിശുദ്ധനാകാമെങ്കിൽ വിശുദ്ധയാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ. ഓരോ വിശുദ്ധൻ്റെയും കഥകൾ, ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉളവാകേണ്ട വിശുദ്ധ ചിന്ത ഈ ധന്യവിശുദ്ധനെ പോലെ എനിക്കും എന്തുകൊണ്ട് ഒരു വിശുദ്ധനായിക്കൂടാ എന്ന ചിന്തയാണ്. ആ വിശുദ്ധൻ കടന്നുപോയ വഴികൾ നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് വിശുദ്ധിയുടെ സോപാനത്തിലേക്ക്, വിശുദ്ധിയുടെ സ്വർഗീയ പറുദീസയിലേക്ക് ഈ ധന്യവിശുദ്ധൻ ഉയർത്തപ്പെട്ടത് എന്ന് നമ്മൾ പഠിക്കണം. ആ പഠനം നമ്മളെ നമ്മുടെ ജീവിതത്തെ ശൂന്യവൽക്കരിച്ച് ക്രിസ്തുവിനോട് ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളതായി മാറണം. ഇന്ന് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ നാം ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉളവാകേണ്ട ചിന്ത മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സിൻ്റെ ഉടമയായിത്തീരുക എന്നതാണ്. എനിക്ക് ചുറ്റും എൻ്റെ സഹായം കാത്തു നിൽക്കുന്ന അനേകരുണ്ട്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എനിക്കവരെ സഹായിക്കാൻ സാധിക്കും. എനിക്ക് സാഹചര്യവും സാധ്യതകളും ഉണ്ടായിട്ടും ഞാൻ സഹായിക്കാതെ കടത്തിവിടുന്ന ഓരോ ജീവിതങ്ങളും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ട മേഖലയാണ് എന്ന് നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിയണം. പാപത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കത്തോലിക്ക തിരുസഭ നമ്മളെ ആദ്യകാലങ്ങളിൽ പഠിപ്പിച്ചിരുന്നത് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും നമ്മൾ തെറ്റ് ചെയ്തു പോകുന്നു എന്നതാണ്. എന്നാൽ തിരുസഭ വിശുദ്ധ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 4ാമത്തെ തലമാണല്ലോ ഉപേക്ഷയുടെ തലം. എൻ്റെ സഹായം അർഹിക്കുന്ന ഒരുവനെ കണ്ടിട്ട് അവന് സഹായം ചെയ്യാതെ ഞാൻ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ഉപേക്ഷയാലുള്ള പാപം ചെയ്യുന്നു എന്ന് തിരിച്ചറിയണം. എൻ്റെ അയൽപക്കത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കരയുന്ന വിതുമ്പുന്ന ഒരു കുടുംബമുണ്ട് എങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് എന്ന് നാം മറക്കാതിരിക്കുക. എൻ്റെ അയൽപക്കത്ത് നല്ല മാർക്ക് വാങ്ങിച്ച് പഠിച്ച് ജയിച്ച ഒരു കുഞ്ഞ് പഠിക്കാനാവാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഗൗരവമായ പരിഗണനയിൽ ആ കുഞ്ഞിൻ്റെ പഠനവും ഉണ്ടാകണം. ഒരു നേരത്തെ വകയില്ലാത്തവന് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് സാധിക്കണം. എൻ്റെ സഹായം ഏതൊക്കെ രീതിയിലാണോ ആവശ്യം അത് കൊടുക്കാനുള്ള ഒരു നിയോഗം ഈ വിശുദ്ധനിലൂടെ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് 2 കൈയും 2 കാലും 2 ചെവിയും 2 കണ്ണും ഒക്കെ ദൈവം തന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം അത് പ്രയോജനപ്പെടുത്താനല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടെ ഉപയോഗിക്കാൻ, മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പരസ്യമുണ്ടല്ലോ, പെട്രോൾ പമ്പിലേക്ക് എത്തുന്നവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സഹായിക്കാൻ വേണ്ടി ജാഗ്രതയോടെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ടീം. അതാണ് എൻ്റെയും നിങ്ങളുടെയും നിയോഗം. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നത് എൻ്റെ കടമയാണ് എന്നത് മറക്കാതിരിക്കാൻ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ. കേട്ടുമറന്ന ഒരു കഥയുണ്ട്. 2ാം ലോകമഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾ ജപ്പാനെ ആക്രമിച്ച് കീഴടക്കുന്നു. ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിക്കുന്നു. രോഗാതുരരായി അനേകർ മരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഹിരോഷിമയും നാഗസാക്കിയും സത്യത്തിൽ നിലംപരിശായ, കല്ലിനുമേൽ കല്ല് ശേഷിക്കാതെ തകർന്നുപോയ ഒരു സാഹചര്യമുണ്ടായി.
അന്ന് അവിടെ ഹിരോഷിമയിൽ ഒരു ദേവാലയം ആക്രമിക്കപ്പെട്ടു. ആ ദേവാലയത്തിലെ സമസ്തവും നഷ്ടപ്പെട്ട് നാശകൂമ്പാരമായിട്ട് കിടക്കുകയാണ്. മരണത്തിൽ നിന്ന് രക്ഷ നേടിയ ഇടവക വികാരി അച്ഛൻ വിളിച്ചു കൂട്ടിയപ്പോൾ ഓടി വന്ന ദൈവജനവും ചേർന്ന് തങ്ങളുടെ ദേവാലയം ഇരുന്ന സ്ഥലത്ത് ചെന്നപ്പോഴാണ് നാശകൂമ്പാരമായിട്ട് കിടക്കുന്ന ദേവാലയത്തെ അവർ കണ്ടത്. കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിച്ച് എല്ലാം ഒന്ന് നിരത്തി നോക്കിയപ്പോഴാണ് അവരൊക്കെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ക്രിസ്തുനാഥൻ്റെ ഒരു തിരുസ്വരൂപം മണ്ണോട് മണ്ണായിട്ട് കിടക്കുന്നു. വേദനയോടെ അവർ ആ തിരുസ്വരൂപം ഉയർത്തിയെടുത്തു. പക്ഷെ എല്ലാവർക്കും സങ്കടം തോന്നി. കാരണം ആ ക്രിസ്തുനാഥൻ്റെ രൂപത്തിൻ്റെ കൈകൾ രണ്ടും ഒടിഞ്ഞു പോയിരുന്നു, കാലുകൾ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു, കണ്ണുകളിരിക്കുന്ന സ്ഥലത്ത് 2 കുഴി മാത്രം, ചെവികൾ തൂങ്ങിയാടുന്നു, വികൃതമായ ഒരു രൂപം. അവർക്ക് സങ്കടം തോന്നി. അവരെല്ലാം കൂടെ ആ രൂപം ഒന്ന് കഴുകി വൃത്തിയാക്കി. വികാരിച്ചൻ പറഞ്ഞു, ഇനി നിങ്ങൾ പൊക്കൂ. താൽക്കാലികമായി തയ്യാറാക്കിയ ഷെഡിൽ പിറ്റേന്ന് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ആ ദൈവജനം എത്തിയപ്പോൾ അവർ കണ്ടത് പീഠത്തിന്മേൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈശോയുടെ ആ ഒടിഞ്ഞ് തൂങ്ങിയ കൈകാലുകളും അവയവങ്ങളുമുള്ള തിരുസ്വരൂപമാണ്. പക്ഷെ അവരെ വല്ലാതെ ആകർഷിച്ച ചില കാര്യങ്ങൾ അവർ ആ രൂപത്തിൽ കണ്ടു. ഈശോയുടെ ഒടിഞ്ഞു തൂങ്ങിയ കൈയുടെ സ്ഥാനത്ത് വികാരിയച്ഛനൊരു ചെറിയ ക്ലിപ്പ് എഴുതി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഈശോ പറയുക, മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ, അവരെ സഹായിക്കാൻ എനിക്ക് കൈകളില്ലാത്തത് കൊണ്ട് മകനെ, നിൻ്റെ കൈകൾ നീ എനിക്ക് തരണം. ഈശോയുടെ ഒടിഞ്ഞ കാലിൻ്റെ അടുക്കൽ അച്ഛൻ എഴുതി വെച്ചു, മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് കാലുകളില്ലാത്തത് കൊണ്ട് നിൻ്റെ കാല് എനിക്ക് തരണം. മറ്റുള്ളവൻ്റെ നൊമ്പരം കാണാൻ എനിക്ക് കണ്ണുകളില്ലാത്തത് കൊണ്ട് നിൻ്റെ കണ്ണ് എനിക്ക്. അവൻ്റെ ഗദ്ഗതങ്ങൾ കേൾക്കാൻ ചെവികളില്ലാത്തത് കൊണ്ട് നിൻ്റെ ചെവി എനിക്ക്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തു നമ്മളെ ഭരമേൽപ്പിക്കുന്ന ദൗത്യം. മറ്റുള്ളവർക്ക് സഹായമായി തീരാൻ നിൻ്റെ കണ്ണും കാതും, നിൻ്റെ കൈയും കാലും അഭയങ്ങളും അധരങ്ങളുമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പ്രയോജനപ്പെടുത്തുക. അവരെ നന്മയിലേക്ക് അയക്കാൻ നീ മുൻപന്തിയിൽ നിൽക്കുക. ദൈവം ക്രിസ്ത്യാനിയായി ജനിക്കാൻ നിനക്ക് അവസരം തന്നത് ഒരു നിയോഗമാണ്. വിശുദ്ധ ഗീവർഗീസ് ഞങ്ങളെ ഓർപ്പിക്കുന്നു. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ക്രൂര വ്യാഘ്രത്തെ ആക്രമിക്കാൻ അദ്ദേഹം പുറപ്പെടുക. ദൈവം അദ്ദേഹത്തിന് വിജയമൊരുക്കി എന്നത് ഒരു സത്യം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറുണ്ടോ? മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, മറ്റുള്ളവരിൽ നന്മ കാണാൻ വേണ്ടിയിട്ട് ജീവിതത്തെ ഒന്ന് ഒഴിഞ്ഞു വെക്കാൻ, അവർക്ക് വേണ്ടി കരുണയുടെ കരമൊന്ന് നീട്ടാൻ, അവരെ കരുണാർദ്ര സ്നേഹത്താൽ പൊതിയാൻ, അവൻ്റെ നൊമ്പരത്തിന് വിലയുണ്ട് എന്ന് സിമ്പതിയോടെയല്ല, എമ്പതിയോടെ അവൻ്റെ നൊമ്പരങ്ങൾ നോക്കിക്കാണാൻ, അവൻ്റെ സ്ഥാനത്ത് ഞാനാണ് എങ്കിൽ എനിക്ക് എന്തോരം സങ്കടം തോന്നുമെന്ന് തിരിച്ചറിയാൻ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഗീവർഗീസ് നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.